നമ്മൾ പറയുന്നത് സിനിമാ മേഖല മാത്രമാണ് ഇങ്ങനെ, എല്ലാ മേഖലകളിലും പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളല്ലേ. ആരെങ്കിലും തുറന്നു പറയുന്നുണ്ടോ? എല്ലാരും പറ, പുറത്തോട്ട് വരട്ടെ. ഞാൻ 2011-12 കാലഘട്ടങ്ങളിലൊക്കെ പലതും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊന്നും ആരും ബൈറ്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ എല്ലാരും ഒക്കെ ഭയങ്കര മറ്റേ ഇതൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ എന്താന്ന് പോലെ ഇപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഞാൻ സൈലന്റ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, എത്ര ആത്മഹത്യകള് നടന്നിട്ടുണ്ട് ഈ ഇതിന്റെ പേരില്. സോഷ്യൽ മീഡിയ ബുള്ളിങ് വെച്ചിട്ട് എത്ര കുട്ടികളെ ഇത് ചെയ്തിട്ടുണ്ട്. എത്ര സ്ത്രീകൾ ഇറങ്ങും ഇതിനെതിരെ ക്യാമ്പയിന്? എത്ര സ്ത്രീകൾ ഇറങ്ങും? ഒരു അവാർഡ് ഷോയ്ക്ക് എന്നെ വിളിച്ചു. ഒരു അവാർഡ് ഷോയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു ഫേമസ് അവാർഡ് ഷോയ്ക്ക്. അത് കഴിഞ്ഞിട്ട് പുള്ളി എന്നെ വിളിച്ചില്ല. പുള്ളി പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ഇത്ര ഫോളോവേഴ്സ് ഉള്ളവരെയാണ് അവിടുന്ന് അവാർഡ്സിന് വിളിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, അതെയോ? ഓക്കെ. നമ്മൾ നാണോ ഇല്ലല്ലോ തനിക്ക്? ഇത് പറയാനുള്ള നാണോ ഉണ്ടോ? കുറെ നല്ല ചിത്രങ്ങളൊക്കെ മാറി മാറി പോയിട്ടുണ്ട് ആക്ച്വലി. അതെന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോ നമ്മള് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പിറ്റേന്ന് മാറിപ്പോയ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം സെലക്ട് ആയി. ഇപ്പൊ ഞാന് എന്റെ ബ്രദറിന്റെ അടുത്തായിരുന്നു. എന്നിട്ടപ്പൊ ഞാൻ തിരിച്ചിവിടെ നാട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ വേറെ കാസ്റ്റ് ചെയ്ത് ആളെ. അപ്പൊ ഓക്കെ, ഞാൻ ഇതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് തന്നെ. ട്യൂമർ എല്ലാവർക്കും ചെയ്യാൻ പറ്റാത്തൊരു സൈഡാണ്. എനിക്കെല്ലാം വന്നിട്ടുള്ളത് ക്യാരക്ടേഴ്സ് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് മൈൽഡ് ആയിട്ടുള്ള, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് ഭയങ്കര. പക്ഷെ എനിക്ക് വരുന്നതെല്ലാം ഭയങ്കര ടഫും ഭയങ്കര ഇതായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. നമസ്കാരം. ഹാർവിയോറ പ്രസൻസ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിൽ ഇതുവരേക്കും ഒരുപാട് അതിഥികൾ ഇങ്ങനെ മാറി മാറി വരും. അവരുടെ സുന്ദരമായ നിമിഷങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെക്കുറിച്ച്, അവരുടെ ആ ഒരു യാത്രയെക്കുറിച്ച്, ഇതെല്ലാം അവർ വാതോരാതെ സംസാരിക്കുന്നതാണ് നമ്മൾ ഇതുവരേക്കും കണ്ടുകൊണ്ടേയിരുന്നത്, അല്ലേ? ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിന്റെ പ്ലസ് വേർഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളുടെ കൂടെ ഈ മനോഹരമായ ജീവിതത്തെക്കുറിച്ചും ആ ജീവിത കഥകളെക്കുറിച്ചും സുന്ദരമായ ഈ ഒരു നിമിഷങ്ങളെക്കുറിച്ചൊക്കെ നമ്മളുടെ അടുത്ത് സംസാരിക്കാൻ നമ്മുടെ കൂടെയുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം മൈഥിലിയാണ്. ഹലോ മൈഥിലി. മൈഥിലി തുടങ്ങിയ സമയത്ത് ഏത് സിനിമയിലൂടെയാണോ നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് വന്നത്, അതേ സിനിമ ഇപ്പോ ഇങ്ങനെ നല്ല രീതിയിൽ, അതെ, 15 വർഷങ്ങൾക്ക് ശേഷം ഇന്നിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ മൈഥിലി നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുകയാണ്. ആ സിനിമ എങ്ങനെയാണ്, അതിന്റെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? 15 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും സിനിമ 4K വരുന്നത്. അതെ. അപ്പൊ അതിന്റെ ഒരു സൗണ്ടിന്റെ ഒരു ക്ലാരിറ്റിയും ഇതൊക്കെ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. അപ്പൊ അത് ഇന്നലെ പോയി കണ്ടു. ഭയങ്കര ആ സിനിമ അന്ന് 15 വർഷം മുമ്പേ തിയേറ്ററിൽ പോയിട്ട് തന്റെ ആദ്യത്തെ സിനിമ അല്ലെ. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റും ക്യൂരിയോസിറ്റി എന്നൊക്കെ പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഫസ്റ്റ് മൂവി. അപ്പൊ അന്ന് കണ്ട അതേ ഒരു ത്രില്ലിലാണോ ഇന്നലെ ഈ മൂവി കണ്ടപ്പോഴും? എങ്ങനെയായിരുന്നു ആ ഒരു ഡിഫറൻസ്? ഡിഫറൻസ് ഉണ്ടാവുമല്ലോ, എന്തായാലും ഡിഫറൻസ് ഉണ്ടാവും. അതിനകത്ത് അന്ന് കാണുമ്പോ എന്താ ഇപ്പൊ എനിക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റൂല. പക്ഷെ ആ ഒരു വ്യത്യാസങ്ങള് ഉണ്ട്. ആ ഒരു കൊറേ ആ വർഷങ്ങളുടെ ആ ഒരു വ്യത്യാസം തന്നെ ഒരു വ്യത്യാസം തന്നെയാണ്. അതെ. അപ്പം ഇതിപ്പോ ഇങ്ങനെ 4K വന്നു കഴിഞ്ഞപ്പോ തന്നെ അതിന്റെ സൗണ്ടും അതിന്റെ ക്ലാരിറ്റിയും അതിന്റെ വിഷ്വലും ഇതിലെല്ലാം കുറെ മാറ്റങ്ങൾ അല്ലെ. പിന്നെ ഇതൊരു ക്രൈം ത്രില്ലർ ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവണം ഒരു പക്ഷേ, അല്ലെ? ഒരു ഇത് അപ്പൊ എന്തായാലും ഇത് ഇപ്പോ നമ്മുടെ ഈയിടെ നമ്മളിവിടെ ബാക്ക് ടു ബാക്ക് നമ്മുടെ പല മൂവീസും ഇങ്ങനെ ഈ 4K വരുന്നു. അപ്പോഴൊക്കെ അങ്ങനത്തെ ഒരു ന്യൂസ് ഇങ്ങനെ വരുന്നു എന്ന് പറഞ്ഞപ്പോ എന്തെങ്കിലും പ്രതീക്ഷിച്ചോ മൈഥിലി? എന്റെ ഒരു മൂവിയും ഇങ്ങനെ അത് വന്നാൽ കൊള്ളാം? പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിക്കാത്തൊരു വരവായിരുന്നു. അപ്പൊ ഭയങ്കര സർപ്രൈസ്ഡ് ആയി അല്ലേ ഈ സംഭവം ഇങ്ങനെ വന്നു എന്ന് അറിഞ്ഞപ്പോ? ഓക്കെ. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളത് 15 വർഷങ്ങൾക്ക് ശേഷവും
ഐ ഫെൽറ്റ് ലൈക്ക് ഷീ സ്റ്റിൽ അലൈവ്. അതാണ് അതിനകത്ത് ഏറ്റവും ഒരു സന്തോഷം. അതെ. നമ്മുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാമിനകത്ത് കുറേ സെഗ്മെന്റ്സ് കോർത്തിണക്കിക്കൊണ്ടുള്ളതാണ്. കുറച്ച് സീരിയസ് ചോദ്യങ്ങൾ ഉണ്ടാവും, കുറച്ച് ഫുൾ ഫണ്ണായിരിക്കും, നമ്മൾ കുറേ കളിക്കും, അങ്ങനത്തെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഓക്കെ, അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് മനസ്സ് പറയുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് നമ്മുടെ, അതായത് മൈഥിലിയുടെ മനസ്സിൽ നിന്ന് തന്നെയാണ് കാര്യങ്ങളെല്ലാം പറയേണ്ടത്. ഓക്കെ, ശരി. ആദ്യത്തെ ചോദ്യം, സമൂഹ മാധ്യമങ്ങളിൽ അത്രയധികം സജീവമല്ലാത്ത മൈഥിലിയെ അതേ സമൂഹ മാധ്യമങ്ങൾ ഇത്രയധികം ആക്രമിച്ചിട്ടുള്ളത്? ഒന്നുകൂടെ പറയോ? അതായത് സോഷ്യൽ മീഡിയയിലൊന്നും മൈഥിലി അധികം ആക്റ്റീവ് അല്ല, ഈവൻ ദോ എന്നാലും ഈ സോഷ്യൽ മീഡിയ ഓരോ ബുള്ളിങ് ഉണ്ടല്ലോ, അങ്ങനെ അതിന്റെ ഒരു വിക്ടിം ആയിട്ടുണ്ട് അല്ലേ? അതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. എന്താ ഞാൻ പറയണോ അതിനെക്കുറിച്ച്? എന്താണെന്ന് എനിക്ക് പിടികിട്ടിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും ആൾക്കാർ ഇങ്ങനൊരു അങ്ങനെ ബുള്ളി ചെയ്യണതിന്റെ ഒരു കാരണം? അതായത് നമ്മൾ ഓരോ പൊസിഷനിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുന്ന ടൈമിലാണ് ശരിക്കും എനിക്കിത് ഓരോ ന്യൂസസ് ഇങ്ങനെ വന്നിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ കാരണം ഞാൻ CCL അംബാസിഡർ ആയിരിക്കുന്ന സമയത്ത് ഒരു ന്യൂസ് വന്ന്, അത് ഇതുപോലെ ഇങ്ങനെ അങ്ങനത്തെ ഓരോ ഫേക്ക് ന്യൂസസ് വന്ന് ഞാൻ ഇതിന്റെ പേരിലെല്ലാം കേസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞിടയ്ക്ക് റീസെന്റ് ഒരു കേസ് ഫയൽ ചെയ്തിട്ട് അതിന്റെ വക്കീൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 10-20ഓളം കേസുകൾ കൊടുത്തിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയക്കെതിരെ മാത്രമായിട്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഏത് കേസാണ് ഇതെന്ന് കൃത്യമായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അവര് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ കേസിൽ നിന്നൊന്ന് പിന്മാറണം, മറ്റേ ഇത് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, കട്ട് ആൻഡ് കോപ്പി പേസ്റ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന്. അതായത് ആരോ പോസ്റ്റ് ചെയ്ത എന്തോ അവരെടുത്ത് കട്ട് ആൻഡ് കോപ്പി പേസ്റ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ മനസ്സിലാവുമല്ലോ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന്. ആരെങ്കിലും എന്തെങ്കിലും എഴുതും, അപ്പുറത്തുനിന്ന് വാല് ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ സ്പ്രെഡ് ആക്കുക. ഇത് എന്താണിത്, ഏതാണിത് ഒന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. വെറുതെ അവിടുന്ന് ഇവിടുന്നും എന്തൊക്കെയോ എടുത്തിട്ട് അവര് വെറുതെ ഇങ്ങനെ ട്രോള് വരുന്ന പോലെ അല്ലേ? ട്രോളിനേക്കാൾ കൂടുതൽ ട്രോളൊക്കെ പിന്നെ സഹിക്കാം. ട്രോളൊക്കെ ഇറ്റ്സ് ഫണ്ണി, ഇറ്റ്സ് ലൈക്ക് അത് അടിപൊളിയാണ്, ട്രോളൊക്കെ അടിപൊളിയാണ്. പക്ഷെ അതല്ല, ഇറ്റ് ഈസ് അഫക്റ്റിംഗ് ഇപ്പൊ എല്ലാവരും സ്ത്രീകളെ കുറിച്ച് സംസാരിക്കുന്നു, എല്ലാവരും സ്ത്രീകളുടെ മറ്റേ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. ഈ സോഷ്യൽ മീഡിയ എന്താണ് കാണിക്കുന്നത്? ഞാൻ പറയുന്നത് എല്ലാ മാധ്യമങ്ങളും അല്ല, ഇങ്ങനത്തെ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു ഒരു പർട്ടിക്കുലർ കുറെ ഇങ്ങനത്തെ ഇതുകൾ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഒരാളെ മാത്രമല്ലല്ലോ ചെയ്യുന്നത്, എല്ലാവരെയും. അതായത് എനിക്ക് തോന്നുന്നു എത്ര ആത്മഹത്യകള് നടന്നിട്ടുണ്ട് ഇതിന്റെ പേരില്. സോഷ്യൽ മീഡിയ ബുള്ളിങ് വെച്ചിട്ട് എത്ര കുട്ടികളെ ഇത് ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെ എത്ര സ്ത്രീകൾ ഇറങ്ങും ഇതിനെതിരെ ക്യാമ്പയിന്? എത്ര സ്ത്രീകൾ ഇറങ്ങും? കുറച്ചു പേര് ഇറങ്ങി അതിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണോ മൈഥിലി കുറച്ചു നാള് പ്രിന്റ് മീഡിയക്കും സോഷ്യൽ മീഡിയക്കും ഞാൻ ഇന്റർവ്യൂ കൊടുക്കില്ല, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എപ്പോഴും ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്? ഞാൻ വിചാരിച്ചു, കാരണം എനിക്ക് ഇങ്ങനത്തെ മൊത്തത്തില് ഇങ്ങനെ എല്ലാരും നമ്മളെ ഇങ്ങനെ ഇത് ചെയ്യുന്നത്, അതായത് ഒരു രീതിയിലും നമുക്ക് ഇപ്പം നമ്മൾ ഒരു കേസ് ഫയൽ ചെയ്യുന്നു, നമ്മൾ അതിനെതിരെ പോകുമ്പോ ഇപ്പുറത്തുനിന്ന് സോഷ്യൽ മീഡിയ ഇതേ കേസ് ആരെയാണ് നമ്മൾ പ്രതിക്കൂട്ടി നിർത്തേണ്ടത്? സോഷ്യൽ മീഡിയയും വൺ ഓഫ് ദ പ്രതിയാണ് അങ്ങനെ നോക്കുവാണെന്നുണ്ടെങ്കിൽ. അതായത് ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ, അതായത് എല്ലാ മാധ്യമങ്ങളും അല്ല, മനസ്സിലായി. അതായത് ഇങ്ങനെയുള്ള അവരും പ്രതിക്കൂട്ടി തന്നെ നിൽക്കേണ്ട വ്യക്തികളാണ്. കാരണം ഇവരും പ്രതികളും തമ്മിൽ യാതൊരു വ്യത്യാസങ്ങളും കാണുന്നില്ല ഞാൻ. രണ്ടും ഒരേ ഫോർമാറ്റിലാണ് പോകുന്നത്. അതാണ് നിങ്ങളെ ഇങ്ങനെ സെലിബ്രിറ്റീന്ന് കാണുമ്പോ അവരെ ഇതാക്കി മോശപ്പെടുത്തി. സെലിബ്രിറ്റീസിനെ മാത്രമല്ല, എല്ലാ മേഖലകളിലും ഒരു ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സെലിബ്രിറ്റീസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു ഹൈപ്പ് വരും എന്നുള്ളത് കൊണ്ടാണ് ഇവര് സെലിബ്രിറ്റീസിനെ വെച്ചിട്ട് ഈ വിൽക്കുന്നത്, അരി വാങ്ങിക്കുന്നത്. അതെ അതെ, മറ്റുള്ളവരെ വിറ്റ് കാശാക്കാന്നുള്ളതാണ് ഇവരുടെ ഒരു ഇത്. അതെ, അതുകൊണ്ട് നമുക്ക് ചുറ്റിയുള്ള എത്രയോ പേർക്ക് പെയിൻഫുൾ ആവുന്നത്. കൊച്ചുകുട്ടിയാണ്, അവർക്ക് ഇത് വീട്ടില് ഫാമിലി ഉണ്ട്, ഇതൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല. ഒരു കുടുംബം ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. അവർക്ക് അവരുടെ ഇത് മാത്രം. അത് ഇങ്ങനെ ചുമ്മാ സത്യമാണോ, അതിനകത്ത് എത്ര സത്യാവസ്ഥയുണ്ട്, ഇതൊന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല. വെറുതെ അങ്ങ് കുറച്ച് ചെളിവാരി എറിയ അല്ലേ? അതെ. ഓക്കെ,
ശരി, അടുത്തത്. നായകന്റെ പിന്നിൽ പതുങ്ങി നിൽക്കുന്ന നായകന്മാരുടെ വഴികളിലേക്ക് വഴുതി വീഴാതിരുന്നത് മനഃപൂർവമായ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാണോ? അതായത് നമ്മൾ കുറേ സിനിമകളിൽ കാണും, അതിനകത്ത് ശരിക്കും ഒരു ക്യാരക്ടറിന്, ഈ ഫീമെയിൽ ക്യാരക്ടറിന് അധികം റോളൊന്നും ഉണ്ടാവില്ല. ഹീറോയുടെ കൂടെ ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന പോലെയോ, അല്ലെങ്കിൽ വെറുതെ നെയിംസേക്കിന് ഒരു ഹീറോയിന് അധികം ഇമ്പോർട്ടൻസ് ഇല്ലാത്ത കുറെ റോളുകളുണ്ട്. പക്ഷെ മൈഥിലി ചെയ്തിരിക്കുന്നതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള റോളുകളല്ല. വളരെ ക്ലാരിറ്റി ഉള്ള, സ്പേസ് ഉള്ള, അഭിനയിക്കാൻ അവിടെ ഇതുള്ള റോളുകൾ തന്നെയാണ് മൈഥിലി ചെയ്തിരിക്കുന്നത്. അത് വളരെ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു എന്നാണ് ചോദിക്കുന്നത്. എനിക്ക് എന്നിട്ട് ഞാൻ ആക്ച്വലി കഥാപാത്രങ്ങൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ലെന്ന് പറയാം. കാരണം ശരിക്കും പറഞ്ഞാല് എന്റെ സുഹൃത്തുക്കൾ പറയും, ശരിക്കും പറഞ്ഞാൽ നിന്റെ കാലിബറിലുള്ള പടങ്ങൾ ഇതുവരെ നീ ചെയ്തിട്ടില്ല എന്നിപ്പോഴും പറയും. പിന്നെ എനിക്ക് ഹ്യൂമർ ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും എന്റെ ഹ്യൂമർ സൈഡ് കണ്ടിട്ട് ആണോ? എന്താ എനിക്ക് വേറെ സൈഡ് കൂടെ ഉണ്ട്. എന്താ ഒരു കോമഡി പറഞ്ഞാ ഞങ്ങൾ എല്ലാരും ചിരിക്കട്ടെ. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ട്യൂമർ ഏറ്റവും ടഫ് ആയിട്ടുള്ള, ഇപ്പൊ കൽപ്പന ചേച്ചിയൊക്കെ ചെയ്യുന്ന, ഇപ്പൊ എനിക്കൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു സൈഡാണ്. ട്യൂമർ എല്ലാവർക്കും ചെയ്യാൻ പറ്റാത്തൊരു സൈഡാണ്. എനിക്കെല്ലാം വന്നിട്ടുള്ളത് ക്യാരക്ടേഴ്സ് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് മൈൽഡ് ആയിട്ടുള്ള, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് ഭയങ്കര. പക്ഷെ എനിക്ക് വരുന്ന എല്ലാം ഭയങ്കര ടഫും ഭയങ്കര ഇതായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്കിത് ഇനിയാണെന്നുണ്ടെങ്കിലും എനിക്ക് പക്ഷെ നമുക്ക് കൊമേഴ്ഷ്യൽ മൂവീസും വേണം, നമുക്ക് ആർട്ട് അല്ലാതെ മൂവീസും വേണം, നമുക്ക് ഗുഡ് മൂവീസും വേണം. എന്നല്ല ഇപ്പൊ എല്ലാവരും ഇപ്പൊ മാർക്കറ്റ്, വൺ ഓഫ് ദ മെയിൻ മാർക്കറ്റ് നമുക്കുണ്ടെങ്കിൽ ഇപ്പൊ അവസരങ്ങളില്ല എന്ന് പറയുന്നു. അവസരങ്ങളുടെ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ളവരുടെ ഇൻഫ്ലുവൻസ്. സെക്കൻഡ്, നമുക്കൊരു സ്ക്രിപ്റ്റ് വന്നിട്ട് അതിനകത്ത് ചിലപ്പം അവർക്ക് പറ്റിയ ക്യാരക്ടേഴ്സ് ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അവസരങ്ങള് എനിക്ക് തോന്നുന്നു ഇല്ലാണ്ടാവുന്നത് പലർക്കും. തെറ്റുകൾക്കെതിരെ പ്രതിഷേധ സ്വരം ഉയർത്തുന്ന മൈഥിലി സിനിമയിൽ പലപ്പോഴും തന്റെ നാവിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിരുന്നു. ആണോ? എപ്പോഴും എല്ലാത്തിനും എഗെയിൻസ്റ്റ്, തനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എപ്പോഴും പറയാൻ അവിടെ സ്മാർട്ടായിട്ട് ഞാൻ 2011-12 കാലഘട്ടങ്ങളിലൊക്കെ പലതും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പൊന്നും ആരും ബൈറ്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ എല്ലാരും ഒക്കെ ഭയങ്കര മറ്റേ ഇതൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ എന്താന്ന് പോലെ ഇപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഞാൻ സൈലന്റ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, ഐ ഗോട്ട് യു. ഓക്കെ. അപ്പൊ അന്ന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ അന്ന് പക്ഷെ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലതൊക്കെ പറയാൻ എവിടെയെങ്കിലും മടിച്ചിരുന്നോ? ഇല്ല. സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങള് അങ്ങനെ പറയാനൊന്നും മടിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നാരും അത് വില കൊടുക്കുക, അതിന് ഇത് ആരും ശ്രദ്ധിക്കുക പോലും ചെയ്തിട്ടില്ല. അത് എന്തുകൊണ്ടായിരിക്കും മൈഥിലി ചിന്തിച്ചിട്ടില്ല? ആണോ? ഒരിക്കൽ പോലും. കാരണം മൈഥിലി ഇതുപോലെ ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളായിട്ട് ഞാൻ അങ്ങനെ ആയിരുന്നു. പക്ഷെ എന്റെ ശബ്ദം അടച്ചില്ലേ? അതെ, അടപ്പിച്ചു. അതും അടപ്പിച്ചത് ഈ മാധ്യമങ്ങളാണ്. അതെ അതെ. അതായത് ഒരു പെൺകുട്ടി, എത്ര വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഇത്രയും സഫർ ചെയ്യുന്നത്? ഒരു ഫേക്ക് ന്യൂസ് അല്ലെ, ഇത്രയും ഒരാളെ കുറിച്ച് ഇങ്ങനെ വേണ്ടാതിനം പറയുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് നമ്മള് തളർന്നു പോവും. മനസ്സിലായോ? അപ്പൊ ആ തളർച്ചയെന്ന് നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും, മരിക്കില്ല. സ്ട്രോങ് ആയിട്ട് നമ്മൾ കുറച്ചും കൂടെ സ്ട്രോങ് ആവുകയുള്ളൂ. അപ്പൊ ഇതേപോലെ ഫേക്ക് ന്യൂസ് ആയിട്ടോ ഇങ്ങനെയൊക്കെ മൈഥിലിനെ തളർത്താൻ നോക്കിയ ആൾക്കാരെ ഇന്നിപ്പോ അവർക്കൊരു ആൻസർ എന്നുള്ള രീതിയിൽ വളരെ ബോൾഡ് ആയിട്ട് കംപ്ലീറ്റ്ലി റിഫ്രഷ് ആയിട്ടാണ്. എനിക്ക് ഇപ്പൊ മൈഥിലിക്ക് എന്ന് പറയുന്നത് മൈഥിലിക്ക് മാത്രമല്ല പറയുന്നത്, ഞാൻ പൊതുവെയുള്ള എല്ലാ പെൺകുട്ടികളോടുമാണ് പറയുന്നത്. എന്തൊരു ഇതിനെയും ഫേസ് ചെയ്ത് നിങ്ങള് നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ സ്ട്രോങ് ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് കാര്യത്തിലും കാരണം കുറേ സ്ട്രഗിൾ ചെയ്യുന്ന പെൺകുട്ടികളുണ്ട്. ഇത് പുറത്ത് പറയാത്തതും പുറത്ത് ഇതാത്ത കുറെ കുട്ടികളുണ്ട്. ഇതൊക്കെ പുറത്ത് പറയണം. പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു അല്ലെങ്കിൽ നിങ്ങൾ അതിനെ ഓവർകം ചെയ്യാനും ഇത് ചെയ്യാനും ഒക്കെ പറ്റത്തുള്ളൂ. ഇപ്പൊ എന്തൊക്കെ ന്യൂസസും ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ എത്രയോ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. എന്തൊക്കെയാ ഈ മീഡിയാസ് തന്നെയല്ലേ ഇതെല്ലാം ചെയ്യുന്നത്? ഈ സോഷ്യൽ മീഡിയ അല്ലേ എല്ലാവരുടെയും
ഇപ്പൊ നമ്മൾ പറയുന്നത് സിനിമാ മേഖല മാത്രമാണ് ഇങ്ങനെ, എല്ലാ മേഖലകളിലും പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളല്ലേ. ആരെങ്കിലും തുറന്നു പറയുന്നുണ്ടോ? എല്ലാരും പറ, പുറത്തോട്ട് വരട്ടെ. അതെ, എല്ലാ മേഖലകളിലും ഉള്ളവര് പറയണം. അതായത് സിനിമാ മേഖല എന്ന് പറയുമ്പോ ഓക്കെ, സിനിമ കുറച്ചും കൂടെ ഒരു ഒരു കളർഫുൾ ഒരു സാധനമാണ്, ഗ്ലാമർ ലോകമാണ്. അപ്പൊ സിനിമ അങ്ങനെ സിനിമയിൽ മാത്രമാണോ? നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്ക്, സിനിമയിൽ മാത്രമാണോ? സിനിമ അത് കുറച്ചും കൂടെ ഒരു എല്ലാവർക്കും ഇത് വേണ്ടിയിട്ട് കിട്ടുമ്പോ അതുകൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അന്ന് ഇനി പക്ഷെ ഇതുപോലെ എന്താ മൈഥിലിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ മുന്നിൽ വന്നാൽ ഇനിയും ഇതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് പ്രതികരിക്കും അല്ലേ? വെരി ഗുഡ്. ജീവിതത്തിന്റെ പലയിടങ്ങളിലും ഭാഗ്യം തള്ളിക്കളഞ്ഞിട്ടുള്ള കുറെ അധികം സംഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്, ഉണ്ടോ? ഭാഗ്യം തള്ളിക്കളഞ്ഞ സംഭവങ്ങളിലൂടെ ഞാന് ഭാഗ്യം കുറെ നല്ല ചിത്രങ്ങളൊക്കെ മാറി മാറി പോയിട്ടുണ്ട് ആക്ച്വലി. അതെന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോ നമ്മള് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പിറ്റേന്ന് മാറിപ്പോയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഞാന് ഒരു ഷൂട്ടിന് വേണ്ടിട്ട് ഇതുപോലെ നല്ലൊരു പടമാണ്, ഇത് പടമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം പക്ഷെ ഞാനിവിടെ എല്ലാം സെലക്ട് ആയി. ഇപ്പൊ ഞാന് എന്റെ ബ്രദറിന്റെ അടുത്തായിരുന്നു. എന്നിട്ടപ്പൊ ഞാൻ തിരിച്ചിവിടെ നാട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ വേറെ കാസ്റ്റ് ചെയ്ത് ആളെ. അപ്പൊ ഓക്കെ, ഞാൻ ഇതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് തന്നെ ആക്ച്വലി. അപ്പോഴത്തേക്ക് അപ്പൊ അങ്ങനെയുള്ള ഇതും വരുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ അതുപോലെ തന്നെ നമ്മള് അറിയാത്ത കുറെ ഫേക്ക് ഇതിനകത്ത് ഇതിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ അടുത്ത് തന്നെ ഫേക്ക് സാധനം കൊണ്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇവര് എത്രത്തോളം ഇതിനെ അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്കൊരു മൂവി വന്നു, ഇന്ന ആളുടെ പടമാണെന്ന് പറയുന്നു, ഇന്ന ആളുടെ ഫോട്ടോ പ്രിന്റ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് പോസ്റ്റർ പ്രിന്റ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് മറ്റേ സ്ക്രിപ്റ്റ് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. സ്ക്രിപ്റ്റ് വായിച്ചോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ പടമൊന്നും ചെയ്യുന്നില്ല. ആദ്യം ഞാൻ വിചാരിച്ചത് ഓക്കെ, ഞാൻ പടം ചെയ്യുന്നില്ല. പക്ഷെ ഇവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നപ്പോ ഞാൻ ഇതിന്റെ ശരിക്കുള്ള ആളെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇതുപോലെ ഇങ്ങനെ ഒരു പടം വന്നിട്ടുണ്ടോ നിങ്ങൾക്ക്, ഇങ്ങനെ ഇത് അവിടുന്ന് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം അവര് പറഞ്ഞു ഇങ്ങനെ ഒരു പടമൊന്നുമില്ല, ആരോ ഇത് ചെയ്യുവാണ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളുടെ അടുത്ത് ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണപ്പെട്ട പെൺകുട്ടികളോട് എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത് അത് മനസ്സിലാക്കണം. അതൊക്കെയാണ് പുറത്തോട്ട് വരേണ്ടത്. സത്യം. അതെ, നമ്മളിപ്പോ പറയുമ്പോഴല്ലേ ഇതൊക്കെ അറിയുന്നത്. ശരിക്കും ഇത്രയും നിങ്ങൾക്ക് ഇൻഡസ്ട്രി ആയിട്ട് കണക്റ്റഡ് ആണ്, എല്ലാരെയും അറിയാം പറയുന്ന ആൾക്കാര് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇതൊന്നും അറിയാത്ത ഒരു പുതിയതായിട്ട് വരുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നത് പൈസയൊക്കെ തട്ടുന്ന ആൾക്കാരായിരിക്കും. കാരണം ഇത്രയും ഒരു സ്ക്രിപ്റ്റും മറ്റേ ഇതും ഒക്കെ കാണിച്ച് ഓക്കെ ഇനി ഇവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് അങ്ങനെ എന്തൊക്കെയായിരിക്കും അല്ലേ? അതെ, ഇതൊക്കെ നമുക്ക് അറിയുന്നതുകൊണ്ട് ഓക്കെ ഇത്രയും പറഞ്ഞു, ഇനി എന്തൊക്കെയായിരിക്കും പല രീതിയിലും കള്ളത്തരങ്ങളും. അതെ, അതുകൊണ്ട് ഞാൻ പറയാണ്, പുതിയവര് വരുവാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു ആ സേഫ് സോൺ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. നിങ്ങൾ സേഫ് ആണോ എന്ന് നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തുക. ഓക്കെ, ഗോസിപ്പുകൾക്ക് തളർത്താൻ പറ്റാത്ത നടി എന്ന ലേബൽ എപ്പോഴെങ്കിലും ആസ്വദിച്ചിട്ടുണ്ടോ? ഞാൻ അതിനോട് ആർഗ്യൂ ചെയ്യുന്നില്ല. ഐ എം ഇനഫ്, ഐ എം ഡൺ ഇനഫ്, ഐ ഡോണ്ട് വാണ്ട് ഇനിയും അതൊന്നും റിപ്പീറ്റ് ചെയ്യണ്ട. I'm having a good family. I'm having a beautiful son. So it's enough for me. Okay. വിവാഹ വാർത്തകൾ വളച്ചൊടിച്ചവരോട് ഇന്നും ദേഷ്യം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നു. വിവാഹ വാർത്ത മനസ്സിലൊന്നും ഇല്ല എൻ്റെ. പക്ഷെ എന്നാലും എനിക്ക് അതൊക്കെ ഓരോ ട്രോമാസ് ആണ്. എൻ്റെ ഓരോ കാര്യങ്ങളും നമ്മള് ഇത് ചെയ്യാൻ തുടങ്ങുന്നു, അല്ലെ നമ്മൾ എന്തെങ്കിലും ഇത് എന്താ പറയാ, ഇപ്പൊ നമ്മളൊരു കേസ് കൊടുക്കുന്നു, നമ്മൾ അതിനെതിരെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇതേ മാധ്യമങ്ങൾ ഇതേ കാര്യങ്ങൾ വെച്ച് തന്നെ അതായത് നമ്മുടെ ജീവിതത്തിനെയും കൂടെ കയറി ഇടപെടുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ബാഡ്. യുനോ അപ്പോഴും അവര് നമ്മളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മള് കല്യാണം പോലും വിട്ട് കാശാക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. എങ്ങനെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അത് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് അതിലൂടെ പൈസ ഉണ്ടാക്കുക എന്നുള്ള
ഒരു എയിമാണ്. നിങ്ങൾക്ക് നല്ലത് നന്നായി ജീവിച്ചൂടെ? അതെ, അല്ലേ? എന്തിനല്ലേ നല്ലത് എഴുതി നന്നായി ജീവിച്ചൂടെ? സത്യം. എന്തിനാ ഈ വളച്ചൊടിച്ച വാർത്തകളുമായിട്ട് ഒരുപാട് ആൾക്കാര് അല്ലേ? അതെ, എന്തിന്റെ ഇതാണ് വെറുതെ ഓരോന്നും ഫേക്ക് ന്യൂസും ആക്കിക്കൊണ്ട്. നേരെ ഇനി ആരെ കുറിച്ച് എന്ത് എഴുതിയാലും നേരെ കംപ്ലൈന്റ് ചെയ്യുക, നേരെ പോയാൽ മതി. ഇനി പരിപാടി അതേ ഉള്ളൂ. അല്ലാണ്ട് ബാക്കി ഒരു പരിപാടിക്ക് നിൽക്കരുത്. ഡയറക്റ്റ് കംപ്ലൈന്റ് ചെയ്യുക, പരിപാടി ഇത് ചെയ്യുക. അല്ലാണ്ട് ഇതും പറഞ്ഞ് നമ്മൾ ഇതും സ്ട്രഗിൾ, നമ്മൾ വിചാരിക്കും ഓക്കെ കുറച്ച് ഇനി ഇവര് നിർത്തുമായിരിക്കും, ഇവര് നിർത്തൂല. ഇവര് ഒരാളെ ഒരു ഇരയെ കിട്ടിയ പോലെയാണ് അവർക്ക്. അവരങ്ങോട്ട് മെഴുകുകയാണ് അതിനകത്തിട്ട്. അവരിങ്ങനെയൊക്കെ ചെയ്യുമ്പോ അവര് വിചാരിക്കുന്നില്ല എത്രത്തോളം മറ്റേ പേഴ്സണലിനെ വേദനിപ്പിക്കുന്നുണ്ട്. അവര് പോകുന്ന മെന്റൽ ആ ഒരു ട്രോമ ഇതൊന്നും ഒരിക്കലും അവര് ചിന്തിക്കുന്നതേ ഇല്ല. മെന്റലാണ്. ആ അത്തരം വിഭാഗക്കാരെന്ന് പറയുന്നതേ ഒരു മെന്റലാണ്. അപ്പൊ ആ മെന്റൽ ഇതിനകത്തോട്ട് നമ്മൾ ചെന്ന് പെടാതിരിക്കുക. ബിക്കോസ് ഇറ്റ് മേക്സ് us മെന്റൽ. മനസ്സിലാവുന്നുണ്ടോ? ശരിക്കും അതാണ്. അപ്പൊ അതിനകത്തോട്ട് ചെന്ന് പെടാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതെ, അവര് ചെയ്യുന്നതിന്റെ അവർക്ക് കിട്ടിക്കോളും. അതെ, പണ്ടൊക്കെ പിന്നെ ആണല്ലേ. സിനിമയിൽ നിന്നും മാറ്റി നിർത്തലുകൾ ഉണ്ടായിന്ന് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ട്. ഉണ്ട്. മാറ്റി നിർത്തലുകൾ ഉണ്ടായിട്ടുണ്ടാവാം. കാരണം അതുകൊണ്ടല്ലേ ഈ ചാൻസസ് ഒക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി പോകുന്നത്. പിന്നെ അതൊക്കെ നമുക്ക് ഒരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റൂല. ചിലപ്പം ഞാൻ പറയുന്നില്ലേ, ഒരു സ്ക്രിപ്റ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞേ, ഒരു വിഭാഗം ആൾക്കാർക്കോ അവർ ആ പടത്തിൽ വേണ്ട, അവർ ഈ പടത്തിൽ വേണ്ട എന്ന് തീരുമാനിച്ചതാണ് അവരൊരു സർക്കിള്. പിന്നെ ഒരു വിഭാഗം ആൾക്കാരെന്ന് പറയുന്നത് ചിലപ്പം ആ സ്ക്രിപ്റ്റില് നമ്മൾക്ക് ഒരു ക്യാരക്ടർ ഉണ്ടാവില്ല. അത് അവരുടെ കുറ്റമോ നമ്മുടെ കുറ്റമോ അല്ല. അവര് എഴുതി വരുന്ന സ്ക്രിപ്റ്റിനകത്ത് ആ ക്യാരക്ടർ നമ്മൾ ആപ്റ്റ് ആവൂല. അപ്പൊ അവർക്ക് ഒരിക്കലും നമ്മളെ ഇത് ചെയ്യാൻ പറ്റൂല. അത് അവരെ കുറ്റപ്പെടുത്തിയിട്ടോ നമ്മൾ ഇത് ചെയ്തിട്ടോ കാര്യമില്ല. അപ്പം അങ്ങനത്തെ ഒരു മനഃപൂർവ്വമായിട്ട് നമ്മളെ മാറ്റുന്നതും ഉണ്ടാവും. ചിലപ്പോ ഇതുപോലത്തെ സാഹചര്യങ്ങൾ കാരണം നമുക്ക് മാറ്റി നിർത്തുന്നു എന്നൊക്കെ പറയുന്നത് എനിക്ക് ഒരു പിടിയില്ല കേട്ടോ, എനിക്കറിയില്ല. പക്ഷെ നമ്മള് എന്തൊക്കെ ഇപ്പൊ എത്രയോ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും പുരുഷന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും എല്ലാരും ഉണ്ട്. എന്നാൽ ഒരാള് വിചാരിച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഒരു ഇത് പറ്റിക്കഴിഞ്ഞു, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായി, അവരെ ഒന്ന് കൈപിടിച്ച് തിരിച്ച് കൊണ്ടുവരാം എന്നാരും ചിന്തിക്കുന്നില്ലല്ലോ. എന്നാരും ചിന്തിക്കുന്നില്ലല്ലോ. ആരും യു ഹെൽപ്പ് ഈച്ച് അതേഴ്സ്. നിങ്ങളെ തന്നെ സംരക്ഷിക്കുവോ? ഇല്ലല്ലോ. നിങ്ങൾ തമ്മില് ഇല്ല, എനിക്ക് തോന്നുന്നില്ല. അല്ലേ? What do you think? അതെ, കറക്റ്റ് ആണ്. എല്ലാരും ഇങ്ങനെ സപ്രസ് ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര സന്തോഷാണ്. കൈ പിടിച്ച് അതെ, ഓക്കെ നാളെ നീ വാ, നീ കേറി വാ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ സ്ത്രീ സമൂഹത്തിലുണ്ടോ? സ്ത്രീകളിലുണ്ടോ? പുരുഷന്മാരിലുണ്ടോ? അത് നമ്മൾ ഒറ്റയ്ക്ക് വരണം. അതെ, ശരിക്കും അതാണ് നമ്മുടെ ഈ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്. നമ്മൾ തന്നെ വിചാരിക്കണം നമ്മളെവിടെ എത്തണം. ഇപ്പോഴത്തെ ഒരു മലയാള സിനിമയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു സക്സസ്, അതില് ഐ എം സോ പ്രൗഡ് ഓഫ്. കനി എവിടെയാണ് മലയാള സിനിമയെ കൊണ്ട്, മലയാള സിനിമ ആർട്ടിസ്റ്റിനെ കൊണ്ട് റീച്ച് ആക്കിയിരിക്കുന്നത്. കനി, ബാക്കിയുള്ള ആർട്ടിസ്റ്റ് അതിലൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത്രയും നല്ല ആർട്ടിസ്റ്റുകൾ ഇവിടെ ഉണ്ട്. അത്രയും കാലിബർ ഉള്ള കലാകാരുള്ള ഒരു ഏരിയ ആണ് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ തെലുങ്കിലും തമിഴിലും ഒക്കെ ചെന്ന് കഴിഞ്ഞാലും മലയാള സിനിമയാണ് അവിടെയും. മലയാളം പടം താനേ, മലയാള പടത്തെ അത്രത്തോളം സ്ട്രോങ് ആയി. ഇപ്പൊ ഞാൻ തമിഴിൽ ചെന്നപ്പോ അവിടെ നിന്ന് ഒരാൾ പറയുന്നു, ഇങ്ങ തിയേറ്ററിൽ എന്നെ പടം ഓടുത്, ഇതിവിടെ ഒരു തമിഴ് പടം കാണാമെന്ന് പറഞ്ഞു വന്നപ്പോ അവിടെ മഞ്ഞുമൽ ബോയ്സ്. അവിടെ ചെന്നപ്പോ പട്ടെടുത്ത് ചെന്നപ്പോ അവിടെ പ്രേമലു. അപ്പൊ ശരിക്കും പറഞ്ഞാല് മലയാള സിനിമ അത്രത്തോളം റീച്ച് ആയിട്ടുണ്ട്. ഇപ്പൊ കൊമേഴ്ഷ്യൽ ലെവലിലാണെന്നുണ്ടെങ്കിലും നല്ല സിനിമകളുടെ നിലവാരത്തിലാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ബ്രഹ്മയുഗം അങ്ങനെ കുറെ നല്ല പടങ്ങൾ വരുന്നുണ്ട്, എക്സ്പെരിമെന്റൽ മൂവീസ് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. മലയാള സിനിമ നല്ലൊരു റേഞ്ചിലോട്ട് ഉയർന്നു വന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതെ, അപ്പൊ അതിന്റെ ഭാഗമാകാൻ
ഇനി എത്രയും പെട്ടെന്ന് നല്ല പടങ്ങൾ വരട്ടെ. Yes, പറ്റട്ടെ. Okay. അടുത്തത് നോട്ട് ഓൺലി ഹ്യൂമർ ബട്ട് ഓൾസോ ഹ്യൂമർ തന്നെ വരട്ടെ. ഹ്യൂമർ മാത്രമല്ല പറയുന്നത്, എല്ലാം വരട്ടെ. നേരത്തെ ചെയ്ത പോലത്തെ നല്ല നല്ല ബ്യൂട്ടിഫുൾ ക്യാരക്ടേഴ്സും വരട്ടെ. അതെ. പക്ഷെ ഹ്യൂമർ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, ഹ്യൂമർ ചെയ്യാം, വന്നാലേ. അത് ഉറപ്പില്ല. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഹ്യൂമർ. ഹ്യൂമർ കുറച്ച് ടഫായിട്ടുള്ള പരിപാടിയാണ്. അതെ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഇതല്ല. എല്ലാരും പറയുന്ന കാര്യമാണ് ഏറ്റവും ഡിഫിക്കൽട്ട് എന്നുള്ളത്. ആ ഒരു ഇമോഷൻ ആണ്, ആ ഹ്യൂമർ സാധനം ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് എന്ന് എല്ലാരും പറയും. ഓക്കെ, ഇനി സുഹൃത്തുക്കൾക്ക് പലർക്കും നടിയായ മൈഥിലി ആയിരുന്നു കൂടുതൽ ഇഷ്ടം, ആണോ? ബ്രൈറ്റിനെ ഇഷ്ടം എല്ലാവർക്കും ആണല്ലേ? ബ്രൈറ്റിനെയാണ് കൂടുതൽ ഇഷ്ടം അല്ലേ? എന്നെ ബ്രൈറ്റിനെ അറിയാവുന്നവർക്ക് ബ്രൈറ്റിനെ ഇഷ്ടമാ. പിന്നെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഞാൻ ഇപ്പോഴും അവരുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ഇപ്പോഴും എന്റെ ഫ്രണ്ട്സ് തന്നെയാണ്. ഓക്കെ, സോ ഐ ആം സ്റ്റിൽ കണ്ടിന്യൂയിങ് ദാറ്റ് റിലേഷൻഷിപ്പ്. ഇപ്പൊ സിനിമയിൽ കുറെ നാള് സിനിമ ചെയ്തു, അത് കഴിഞ്ഞിട്ട് അപ്പൊ സിനിമയിൽ തന്നെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ ഈ ഒരു മൂവി സർക്കിളിൽ തന്നെ? അങ്ങനെയുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും പിന്നീട് മൈഥിലി ഇപ്പൊ കുറച്ച് നാളായിട്ട് സിനിമ ചെയ്യാതിരിക്കുമ്പോ അവര് വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ മിസ് ചെയ്യുന്നു അങ്ങനെ ഒരു ഇത്? അവരെന്റെ അടുത്ത് പറഞ്ഞു നീ തിരിച്ചു വരണം എന്നൊക്കെ പറയൂ. അപ്പൊ ഞാൻ എന്താ പറയാ, അവർക്ക് ഞാൻ കോൺഫിഡൻസ് വെക്കും, എന്തായാലും വരും ഞാൻ. അങ്ങനെ ഇപ്പൊ ഏറ്റവും കൂടുതൽ തവണ മൈഥിലി തിരിച്ചു വരണം എന്ന് ഇപ്പൊ പറഞ്ഞില്ലേ, അങ്ങനെ പറഞ്ഞിരിക്കുന്ന ആരായിരിക്കും? എന്റെ സിസ്റ്റർ ഉണ്ട്, മമ്മിന്റെ സിസ്റ്ററിന്റെ മോള് പിഞ്ചു. അപ്പൊ അവള് പറയാറുണ്ട് ഇടയ്ക്ക്, എടി എന്തായാലും നീ തിരിച്ചു വരണ്ടോ. പിന്നെ എന്റെ ഫ്രണ്ട്സ് പറയാറുണ്ട്. അപ്പൊ അതൊക്കെ അവരൊക്കെ പറയാറുണ്ട്. ഓക്കെ, ശരി. അങ്ങനെ നമ്മുടെ ഈ ഒരു സൈഡിൽ ഇരിക്കരുത്, യു ആർ വെരി അത്ര ടാലന്റഡ് ആണ്, യു ഹാവ് ടു ബി ബാക്ക്, വാ മോളെ നീ വാ എന്ന് പറയാറുണ്ട്. കേൾക്കുമ്പോ ഭയങ്കര സന്തോഷമുണ്ട്. ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ഡൗൺ ആയിട്ട് കിടന്നിരുന്ന ആ ഒരു ടൈമില് ശരിക്കും പറഞ്ഞാല് ഞാൻ വെറുതെ ഒരു ഫോട്ടോ ഇങ്ങനെ പോസ്റ്റ് ചെയ്തപ്പോ തന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് താഴെ കം ബാക്ക് എന്ന് പറയുന്ന ആ ഒരു മൊമെന്റ് എന്റെ ലൈഫിൽ അത് എത്ര വാല്യുബിൾ ആണെന്ന് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന പറഞ്ഞ മനസ്സിലാക്കാൻ പറ്റൂല. അതിന്റെ ചിലപ്പോ അതിന്റെ ആ ഒരു ഭംഗി പോവും ഞാനത് പറഞ്ഞാല്. അത്രത്തോളം ഇതാണ്. സമ്പത്ത് ഇപ്പൊ എങ്ങനെയാ, ഫുൾ ഇതാണോ സിനിമ ചെയ്യാനും? സമ്പത്തിന് കുഴപ്പമൊന്നുമില്ല, സമ്പത്ത് ഹാപ്പിയാണ്. നല്ല ക്യാരക്ടേഴ്സ് വരുവാണെന്നുണ്ടെങ്കിൽ നീ നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം. ഇപ്പൊ ഇതുവരെ ചെയ്ത പോലെ അല്ല, കുറച്ചും കൂടെ നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം എന്നാണ് സമത്തന്റെ അടുത്ത് പറയുന്നത്. ഓക്കെ, അറേബ്യൻ ഫുഡ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണോ മൈഥിലി? ഞാനോ? അറേബ്യൻ ഫുഡ് എനിക്ക് ഇഷ്ടമാണ്. ചൈനീസും ഇഷ്ടമാണ്. എന്താന്ന് അറിയോ, ആസിഫിന്റെ കൂടെ എവിടെയോ ഒരിടത്ത് അറേബ്യൻ ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് പോയി എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഒരു കഥ. അതെന്താണോ സംഭവം ഇത്ര ചിരിക്കാൻ? എനിക്കിത് കറക്റ്റ് ആയിട്ട് ഓർമ്മയുണ്ട്. അറേബ്യൻ ഫുഡ് എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി ഇതിലോട്ടാണോ വരുന്നതെന്ന് എനിക്ക് തോന്നി. എന്താ സംഭവം? അത് എനിക്ക് തോന്നുന്നു പാലേരി മാണിക്യം ഫസ്റ്റ് റിലീസ് നമ്മൾ എല്ലാരും കൂടെയാ കാണാൻ പോയത്. ആസിഫ് ഉണ്ട്, അർച്ചന ഉണ്ട്. അപ്പൊ എല്ലാരും കൂടെയാണ് നമ്മള് ഫസ്റ്റ് റിലീസ് 2009 കാണാൻ പോകുന്നത്. അന്ന് ഇവരൊക്കെ ഉണ്ട് എന്റെ കൂടെ. അതെ, അതൊരു ബ്യൂട്ടിഫുൾ മൊമെന്റ് ആയിരുന്നു. അതെ, അപ്പൊ അങ്ങനെ ഞങ്ങള് ഇതൊക്കെ, എന്റെ മമ്മിയുണ്ട്. അപ്പൊ നമ്മളെല്ലാരും കൂടെ സിനിമയൊക്കെ കഴിഞ്ഞിട്ട് എവിടെയോ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് കേറി. കൃത്യമായിട്ട് ഓർമ്മയില്ല, പക്ഷെ അവൻ പറയുമ്പോഴാണ് അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞത്. അങ്ങനെയാണ് നിങ്ങൾ അത് ആസിഫ് പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പോയി അവിടെ പോയി അറേബ്യൻ ഫുഡ് തന്നെ വേണം എന്ന് അവിടെ മൈഥിലി പറഞ്ഞിട്ടാണ് നിങ്ങൾ അവിടെ പോയി കഴിച്ചതെന്ന് എന്തോ ആണ്, അങ്ങനെ എന്താണ് പറഞ്ഞത്. അതിൽ ഏറ്റവും വലിയ കോമഡി അത് പഞ്ചാബി ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്. അറേബ്യൻ ഫുഡ് അതാണെന്ന് തോന്നുന്നുണ്ട് അതിന്റെ പിന്നിലത്തെ ഫണ്ട്. ഇതേ കിട്ടുള്ളൂ എന്നറിയാം. എന്നിട്ടോടെ പോയിട്ട്
ഓക്കെ. ചില പരിപാടികൾക്ക് തന്നെ വിളിക്കാത്തത് എന്തുകൊണ്ടെന്ന് അവരോട് തന്നെ തുറന്നു ചോദിച്ചിട്ടുണ്ട്. ആ ചോദിച്ചിട്ടുണ്ട്. യെസ്. യെസ്. എപ്പോ, എവിടെ, എങ്ങനെ, ഒരു അവാർഡ് ഷോയ്ക്ക് എന്നെ വിളിച്ചു. ഒരു അവാർഡ് ഷോയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു ഫേമസ് അവാർഡ് ഷോയ്ക്ക്. അപ്പൊ ഞാൻ ആ സമയത്ത് പ്രഗ്നന്റ് ആണ്. അപ്പം അതിന് മുന്നിലത്തെ ഫസ്റ്റ് ഡേ എന്തോ എവിടെയാ ക്രൗണിലോ എന്തോ അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പം അതിന് വരുവാണെന്നുണ്ടെങ്കിൽ ബാക്കി പിറ്റേന്ന് മറ്റേ ഇത് വരിക. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ക്രൗണിൽ വരാൻ പറ്റൂല, ഞാൻ ഡയറക്റ്റ് അവാർഡിന് വന്നോളാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുള്ളി എന്നെ വിളിച്ചില്ല. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി എന്നെ വിളിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ വിളിക്കുന്നത്? അപ്പോൾ പറഞ്ഞു ഇതുപോലെ അത് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് ഞാൻ കണ്ടു, ഞാൻ ആർട്ടിസ്റ്റിനെയൊക്കെ ഇവിടുന്ന് കണ്ടു, ഇവിടെ രണ്ടു. അപ്പോൾ എൻ്റെ അടുത്ത് പുള്ളി പറഞ്ഞ ഒരു ഡയലോഗുണ്ട്. പുള്ളി പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ഇത്ര ഫോളോവേഴ്സ് ഉള്ളവരെയാണ് അവിടുന്ന് അവാർഡ്സിന് വിളിക്കുന്നതെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു അതെയോ, ഓക്കെ. ഞാൻ പറഞ്ഞു നാണോ ഇല്ലല്ലോ തനിക്ക്, ഇത് പറയാനുള്ള നാണം ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക്. സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇവിടെ 1-2 മൂവി ചെയ്തിട്ടുള്ള കുട്ടികളാണ് ഇതിൽ പോയിട്ട് ഇതിലപ്പോൾ ഇത്രയോ കാലിബറുള്ള എത്രയോ ടാലൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പം ആ സോഷ്യൽ മീഡിയയിൽ എത്ര ഫോളോവേഴ്സ് അനുസരിച്ചിട്ടാണ് ഇവിടെ ചാൻസസ് എന്നിപ്പോൾ. അതായത് അതനുസരിച്ചിട്ടാണ് ഓരോരുത്തർക്ക് ചാൻസസ് വരുന്നതെന്ന്. ഹിന്ദിയിലും തമിഴിലും മലയാളത്തിലും എത്ര ഫോളോവേഴ്സ് ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ് ചാൻസസ് വരുന്നതെന്ന്. ഞാൻ എന്ത് മണ്ടത്തരമാണ് ഇയാൾ ഈ പറയുന്നത്? അല്ലേ, നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നിങ്ങൾക്ക് കേട്ടിട്ട് എന്താ തോന്നുന്നത്? ഇതെനിക്ക് ഞാൻ അനുഭവിച്ചൊരു കാര്യമാണ്. ഒരു അവാർഡ് നൈറ്റിന് എന്താ ഇത് ചെയ്താത്തേന്ന് ചോദിച്ചതിനുള്ള മറുപടിയാണ്. നിങ്ങൾ പിന്നെന്താ എന്നെ വിളിക്കാഞ്ഞത്? നിങ്ങൾ വിളിച്ചില്ലല്ലോ, നിങ്ങൾ ഇതിന് വിളിച്ചിട്ട് ഇത് ചെയ്യാന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് മറ്റേ ഇതാ കാര്യമെന്ന്. ആ മേലെ എന്നെ വിളിച്ചു പോയെന്ന് പറഞ്ഞു ഒരു കാര്യത്തിനും. എന്താ അല്ലേ, എത്രയോ ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. ഈ സോഷ്യൽ മീഡിയയിലെ ഫോളോവേഴ്സിനെ പൈസ കൊടുത്ത് വാങ്ങിക്കാം. എത്രയോ പേര് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടിട്ടുണ്ട്. ഞാനൊന്നും പൈസ കൊടുത്തല്ല വാങ്ങിച്ചിട്ടുള്ള കേട്ടോ. എനിക്ക് ജെന്യൂൻ ആയിട്ടുള്ള കുറച്ച് ഫോളോവേഴ്സേ ഉള്ളൂ, പക്ഷെ ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. ഞാൻ ഇത്ര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളല്ല, പക്ഷെ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനത്തിൽ നിന്ന് കിട്ടിയത്. ചേച്ചിയുടെ കൂടെയുള്ള ആ ഒരു നിമിഷങ്ങൾ, അയ്യോ ശരിക്കും കൽപ്പന ചേച്ചീനെയൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നു കേട്ടോ, സത്യമായിട്ട്. അത്രയും അതെ.